രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡുകൾ വിതരണം ചെയ്തു. തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിയാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി പൂരനഗരിയെ ആവേശത്തിരയിൽ ആറാടിച്ചാണ് രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് വിതരണ ചടങ്ങ് ആരംഭിച്ചത്. മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്കും കലാമൂല്യമുള്ള സൃഷ്ടികൾക്കുമായി ജനകീയ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 16 പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. മികച്ച നടനുള്ള പുരസ്കാരം ചെമ്പരത്തി എന്ന സീരിയലിലെ അഭിനയത്തിന് പ്രഭിൻ ഏറ്റുവാങ്ങി. ഷെയ്ൻ നിഗമാണ് ഈ ഒരു അവാർഡ് നൽകുന്ന. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണത്തെ പ്രഭിനാണ്. സീ കേരളത്തിലെ കുടുംബശ്രീ ശാരദയിലെ നായകൻ പ്രഭിൻ ഞങ്ങളുടെ ബെസ്റ്റ് ആക്ടർ. മൗനരാഗം സീരിയലിലെ അഭിനയത്തിലൂടെ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഐശ്വര്യ രാംസായി അവാർഡ് ഏറ്റുവാങ്ങി. ഐശ്വര്യ രാംസായി കേരള വിഷന്റെ മികച്ച നായിക. ലെ യൂത്ത് ഐക്കൺ അവാർഡ് സിനിമാ താരം ഷെയ്ൻ നിഗം ഏറ്റുവാങ്ങി. മലയാളത്തിന്റെ വെരി ഫേമസ് ഷെയ്ൻ നിഗം. ഇനി അവാർഡ് നൽകുന്നത് ഞങ്ങളുടെ പ്രജീഷ് അച്ചാണ്ടിയാണ്. ദ മാനേജിംഗ് ഡയറക്ടർ ഫോർ ദി കേരള വിഷൻ ചാനൽസ് ആണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ അവാർഡ് നൽകുന്നത്. എല്ലാ ചാനൽസിനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അവാർഡിനായിട്ടാണ് ഇന്ന് ഇവിടെ വന്നപ്പോൾ അറിയുന്നത്. ഞാൻ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നത്. വളരെ യൂണീക്കായിട്ട് തോന്നി. പിന്നെ യൂത്ത് ഐക്കണായിട്ട് തിരഞ്ഞെടുത്ത എല്ലാ പ്രേക്ഷകരോടും കേരള വിഷനോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. रफ्ता रफ्ता हो मेरे हस्ती का सामा हो गए. रफ्ता रफ्ता हो मेरे हस्ती का सामा हो गए. മികച്ച സീരിയലിനുള്ള പുരസ്കാരം കുടുംബശ്രീ ശാരദയുടെ സംവിധായകൻ കൃഷ്ണകുമാർ കൂടല്ലൂർ ഏറ്റുവാങ്ങി. മലയാളി പ്രേക്ഷകരുടെ ഹൃദയമിടിപ്പുകൾ വർദ്ധിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കുടുംബശ്രീ ശാരദയുടെ സംവിധായകനാണ്. മികച്ച ജനപ്രീതിയുള്ള സീരിയലിനുള്ള പുരസ്കാരം ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് സ്വന്തമാക്കി. ഷാജുവിന് വേണ്ടിയുള്ള അവാർഡ് ഷെയ്ൻ നിഗത്തിന്റെ കയ്യിൽ നിന്നും ജനപ്രിയ സീരിയലുള്ള അവാർഡ് ഏറ്റുവാങ്ങുകയാണ്. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ചെമ്പനീർ പൂവിന്റെ സംവിധായകനായ മഞ്ജു ധർമ്മൻ ഏറ്റുവാങ്ങി. മികച്ച ജനപ്രീതിയുള്ള നടിയായി തെരഞ്ഞെടുത്ത റബേക്ക സന്തോഷും ജനപ്രീതിയുള്ള നടനായി തെരഞ്ഞെടുത്ത സാജൻ സൂരിയും പുരസ്കാരം ഏറ്റുവാങ്ങി. റബേക്ക സന്തോഷ്. മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം കനൽപൂവിലെ അഭിനയത്തിന് ചിലങ്കയും സ്വഭാവ നടനുള്ള പുരസ്കാരം ശ്യാമാംബരത്തിലെ അഭിനയത്തിന് ആനന്ദ് നാരായണനും ഏറ്റുവാങ്ങി. മണിമുത്ത്, കന്യാദാനം എന്നീ സീരിയലുകളിലെ അഭിനയത്തിന് മികച്ച പ്രതിനായകനുള്ള പുരസ്കാരം ജിഷിൻ മോഹനും ശ്യാമാംബരത്തിലെ അഭിനയത്തിന് പ്രതിനായിക വേഷത്തിലെ മികച്ച നടിയായി ആൻ മാത്യുവും പുരസ്കാരം സ്വീകരിച്ചു. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ബെസ്റ്റ് ആക്ടർ ഇൻ എ നെഗറ്റീവ് റോൾ. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഈ കലാകാരിക്ക് വലിയൊരു അംഗീകാരം നൽകുന്നു. മികച്ച ഹാസ്യ നടിക്കുള്ള അവാർഡ് മറിമായം സീരിയലിലെ സ്നേഹ ശ്രീകുമാറും മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം അലിയൻസ് എന്ന സീരിയലിലെ അഭിനയത്തിന് റിയാസ് നർമ്മകലയും സ്വന്തമാക്കി. അവാർഡ് നൽകുന്ന ലിഷോയ് സാറാണ്. പ്രശംസാപത്രം നൽകുന്നത് മികച്ച ജനപ്രീതിയുള്ള നടിക്കുള്ള അവാർഡ് സ്വയംവരം സീരിയലിലെ അഭിനയത്തിന് അമല ഗിരീഷും ഏറ്റുവാങ്ങി. മികച്ച അവതാരകയ്ക്കുള്ള അവാർഡ് സ്വന്തമാക്കിയ പാർവതി ആർ കൃഷ്ണയും അവാർഡ് സ്വീകരിച്ചു. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ പാർവതിക്ക് വേണ്ടിയുള്ള ഒരു ആദരം ഞങ്ങൾ ഇവിടെ നൽകുകയാണ്.
മികച്ച ഷോർട്ട് ഫിലിം സംവിധായകനുള്ള പുരസ്കാരം രാജേഷ് പുത്തൻപുരയിലും ഏറ്റുവാങ്ങി. Award for the best short film director. ഗായകനും സംഗീത സംവിധായകനുമായ വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ പെരുവനം കുട്ടന്മാരാർ ആദരിച്ചു. നൽകിക്കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഇതാ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഈ ഒരു അംഗീകാരം അറിയിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് മെത്തിഗ്രേഷൻ പുരസ്കാരം KV അശോകും മാധ്യമ സംരംഭക പുരസ്കാരം റിപ്പോർട്ടർ TV MD ആൻഡ്രോ അഗസ്റ്റിനും ഏറ്റുവാങ്ങി. ചേഞ്ച് മിറ്റിഗേഷൻ അത് അദ്ദേഹത്തിന് നൽകുകയാണ്. കേരള വിഷൻ ചാനലുകളുടെ മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടിയാണ് പുരസ്കാരം നൽകുന്നത്. ധനോത്തമ പുരസ്കാരം ജോയൽ റോക്ക് ഫിനാൻസ് സാരഥി KV ശിവകുമാറിന് കൈമാറി. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ മാനേജിംഗ് ഡയറക്ടർ ശിവകുമാർ സാറിന് വേണ്ടിയുള്ള സ്നേഹാദരങ്ങൾ. യെല്ലോ ക്ലൗഡ് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമർ 2024 അവാർഡ് ബിഗ് ബോസ് വിന്നർ ജിൻഡോ ഏറ്റുവാങ്ങി. കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ചടങ്ങിൽ പുറത്തിറക്കി. വിവിധ സിനിമാ സീരിയൽ താരങ്ങൾ അവതരിപ്പിച്ച നൃത്തങ്ങൾ അവാർഡ് വിതരണ ചടങ്ങിന് മാറ്റുകൂട്ടി. പരിപാടിയുടെ സ്പോൺസർമാർ ചടങ്ങിൽ കേരള വിഷന്റെ ഉപഹാരം ഏറ്റുവാങ്ങി. COA ഭാരവാഹികൾ, സിനിമാ സീരിയൽ സംഗീത രംഗത്തെ താരങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കായിക രംഗത്തെ പ്രമുഖരും ബിസിനസ് ലീഡേഴ്സും ചടങ്ങിൽ പങ്കാളികളായി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.